ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മത്തിനെതിരെ ഒരു പരാതി. ഹുവ മുസ്തഹബ്ബുൻ ലിമുഹ്താജിൻ ഇലൈഹി യജിദു ഉഹ്ബതഹു. 3 ലമീറുണ്ട്. ഇതെങ്ങനെയാ ലമീർ മടക്കുക? ഹുവ മുസ്തഹബ്ബുൻ ലിമുഹ്താജിൻ ഇലൈഹി യജിദു ഉഹ്ബതഹു. ഒന്ന് ഹുവ ഇലൈഹിന്റെ ലമീർ, ഉഹ്ബതഹുവിന്റെ ലമീർ. ഇതെങ്ങനെയാ ശരിയാക്കേണ്ടത് എന്നാ ചോദ്യം. ഒരു പരാതി അർത്ഥം വെച്ചാൽ ശരിയാകുന്നില്ല. ശരിയാകുന്നുണ്ട്, ഒരു മര്യാദക്കേട് അവിടെ ഇല്ല എന്നാണ് ഉത്തരം. ഖീല അല്ലമായിറു സലാസത്തു. 3 ദമീറുകൾ ഫിൽ മത്നി, മത്നിലുള്ള 3 ദമീറുകൾ. ഇൻ അറാദ ബിഹാ അൽ അഖ്ദ, 3 സ്ഥലത്തും അഖ്ദ് എന്ന് ഉദ്ദേശിച്ചാൽ, അവിൽ വത്ഗ, 3 സ്ഥലത്തും വത്ഗ് എന്ന് ഉദ്ദേശിച്ചാലും ലം യസിഹ, മാന നേരെയാകുന്നില്ല. ഹുവ നോക്ക്, അഖ്ദ് വെച്ചോക്ക്. ഹുവ മുസ്തഹബ്ബുൻ, അഖ്ദു നിക്കാഹ് സുന്നത്താണ്. ലിമുഹ്താജിൻ ഇലൈഹി, അഖ്ദിലേക്ക് ആവശ്യമായവർക്ക്. യജിദു ഉഹ്ബതഹു, അവൻ എത്തിക്കുന്നു നിക്കാഹിന്റെ അഖ്ദിന്റെ ചെലവിന്. എന്താ സഹിയാകാണ്ട്? സഹിയാവില്ല എന്നാ പറയുന്നു. 3 സ്ഥലത്തും 10 ഉദ്ദേശിച്ച് നോക്ക്. 3 സ്ഥലത്ത് ഹുവ സംയോഗം ചെയ്യൽ മുസ്തഹബ്ബുൻ ലിമുഹ്താജിൻ ഇലൈഹി യജിദു ഉഹ്ബതഹു. അർത്ഥം ഭംഗിയാവോ? ഔ ബി ഹുവ, ഹുവ എന്നത് കൊണ്ടും വ ഉഹ്ബതഹു, അടുത്ത മാർഗം ഹുവ എന്നത് കൊണ്ടും ഉഹ്ബതഹു എന്നത് കൊണ്ടും അൽ അഖ്ദ. അപ്പൊ ഹുവ മുസ്തഹബ്ബുൻ ലിമുഹ്താജിൻ ഇലൈഹി, ഇലൈഹിക്ക് വത്ത് എന്ന് വേന വെക്കാം. ഇലൈഹി കൊണ്ട് വത്ത് മുറാദാക്കുക. ഹുവ എന്നത് കൊണ്ടും ഉഹ്ബതഹു വായിക്കേണ്ടത്. ഉഹ്ബതഹു എന്ന പദം കൊണ്ടും അൽ അഖ്ദ മജ്റൂറാക്കിയിട്ടല്ല വായിക്കേണ്ടത്. ഹിക്കായത്ത് ഔ ബി ഹുവ, ഹുവ എന്നത് കൊണ്ടും ഉഹ്ബതഹു മത്തിനിൽ പറഞ്ഞ എന്നത് കൊണ്ടും അൽ അഖ്ദ ഉദ്ദേശിക്കുകയും ഇലൈഹി എന്നുള്ളത് കൊണ്ട് അൽ വത്ഗ അർത്ഥത്തിന് യാതൊരു കോട്ടവുമില്ല. വളരെ ഭംഗിയായി കിട്ടുന്നുണ്ട്. ലാക്കിൻ ഫീഹി തഅസ്സുഫുൻ, പക്ഷേ അടന്നുണ്ട്, ദാർഷ്ട്യത ഉണ്ട്. കുറേ സ്ഥലത്ത് അങ്ങനെയും കുറേ സ്ഥലത്ത് ഇങ്ങനെയും ഒരു വർഗീയതയില്ലേ? ഇഷ്ടമുള്ളിടത്തെല്ലാം ഇഷ്ടത് ചേർക്കാന്നായില്ലേ? ഒരേ ലമീറല്ലേ ഇത്? വയുറദ്ദു ബിഅന്നഹാ കുല്ലഹാ ലിൽ അഖ്ദി. 3 ലമീറുകളും അടങ്ങുന്നത് എന്തിലേക്ക് തന്നെ? അഖ്ദിലേക്ക് തന്നെ. എങ്ങനെയുള്ള അഖ്ദ്? അൽ മുറാദി ബിഹി, അൽ മുറാദി ബിഹി അഹദു തറഫൈഹി, നിക്കാഹിന്റെ 2 തറഫിൽ നിന്ന് ഒരു തറഫ് മുറാദായ അഖ്ദ്. ഏതാ ഒരു തറഫ്? വിവാഹം സ്വീകരിക്കുക എന്നത്. അബിൽതു നിക്കാഹഹാ ഐ ഖബൂലു തസ്വീജി. തസവ്വുജ് എന്ന് പറഞ്ഞാൽ എന്ത്?
വലാ മഹദൂറ ഫീഹി, അതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഉണ്ടാ ഈ രൂപത്തിൽ ഉദ്ദേശിക്കുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. പിന്നെ ഇലൈഹിൻ്റെ അടുത്ത് ബുദ്ധിമുട്ടും. ലി മുഹ്താജിൻ, ആവശ്യമുള്ളവർക്ക്, ഇലൈഹി അഖദിലേക്ക് ആവശ്യമുള്ളവർക്ക് പറയാൻ പറ്റൂല. അവിടെ എന്തെന്നെ വേണ്ടി വരും? പക്ഷേ അഖദിലേക്ക് ആവശ്യമുള്ളവർക്ക് എന്ന് പറഞ്ഞാൽ വത്തിയിലേക്ക് ആവശ്യമുള്ള ഒരാള് അഖദ് മുഖേന വത്ത് നടക്കുള്ളൂ എന്ന് കാണുമ്പോൾ എന്തിലേക്ക് ആവശ്യമായി? എന്താ പിന്നെ പ്രയാസം? അപ്പൊ അഖദിലേക്കുള്ള ആവശ്യം തന്നെയല്ലേ. ഈ പരാതി പറഞ്ഞയാൾ ഉദ്ദേശിച്ചതായ ഒന്ന്, തോന്നിയതായ ഒന്ന്, ഈ പരാതി പറഞ്ഞവർക്ക് തോന്നിയതായ ഒന്ന്, ഇലൈഹി, എന്താണ് ഇലൈഹിയിലാണ് പരാതി ഉണ്ടായില്ല അയാൾക്ക്. എന്താണ് ഇലൈഹി എന്നുള്ളത്? ആ വത്തിയിലേക്ക് മടക്കമാണെങ്കിൽ അമീർ ചിന്നിച്ചിതറിയില്ലേ? യറുദ്ദുഹു ഖൗലുന, അതിനെ തട്ടുന്നുണ്ട് ഖൗലുന, ആ തവഹുമിനെ തട്ടുന്നുണ്ട് ഖൗലുന, നമ്മുടെ ഖൗല്. ഐ തായിഖിൻ ലഹു, ഐ തായിഖിൻ ലഹു, അഖദിലേക്ക് ആഗ്രഹിക്കുന്നവന്, ലഹു അഖദിലേക്ക് തന്നെ, ബി തവഖാനിഹി ലിൽ വത്തി, അവിടെ സൂറത്ത് നൽകിയത് എങ്ങനെയാണ്? അഖദിലേക്ക് ആഗ്രഹിച്ചത്, വത്തിയിലേക്ക് ആഗ്രഹിച്ച വകയിൽ എന്തായി? നേരിട്ട് അഖദിലേക്കല്ല ആഗ്രഹിച്ചത്, എന്തിലേക്ക് തന്നെ? പക്ഷേ വത്തിയിലേക്ക് ആഗ്രഹിച്ചാൽ അത് നടക്കണ്ടിക്കില്ല. എന്ത് വേണം? അപ്പൊ കണക്കായില്ലേ? മജാസ് മശഹൂർ, ഇത് അറിയപ്പെട്ട മജാസാണ്, സ്വീകാര്യോഗ്യമായ മജാസ് തന്നെയല്ലേ ഇത്. അൽ മജാസുൽ അഖ്ലി ഇസ്നാദുൽ ഫീലി ഇല സബബ്, ഒരു ഫീലിനെ എന്തിലേക്ക് ചേർത്തു? സബബിലേക്ക് ചേർത്തു. അത് ജായിസ് തന്നെയല്ലേ മജാസാക്കിയിട്ട്? ആക്ഷേപമുണ്ടോ? ഇനി രണ്ടാം സെക്ഷനാ എടുക്കുന്നു. ഉഹുബത്ത് എത്തിച്ചിട്ടില്ല, നിക്കാഹിലേക്കുള്ള അത്യാവശ്യം വേണ്ട പോലെ ഉണ്ട്, സംയോഗത്തിലേക്ക് എന്തെന്നില്ലാത്ത ഒരു ആഗ്രഹം ഉണ്ട്, എന്തിനെത്തിക്കുന്നില്ല? രണ്ടാമത്തെ സെറ്റാ പറയുന്നത്. ആദ്യം സുന്നത്താ പറഞ്ഞു തീർത്തത്, ഇനി രണ്ടാം ഭാഗം വേണ്ടതുപോലെ എന്തുണ്ട്? ആഗ്രഹമുണ്ട്, നിവൃത്തിയില്ല, സാമ്പത്തിക ശേഷിയില്ല. ൂഹത്തിലേക്ക് സുന്നത്താണ്. അഖദ് എന്ന് മത്തിന് പറഞ്ഞത് നിക്കാഹ്. ലിഖൗലിഹി തആല, അല്ലാഹു തആലാന്റെ വാക്കിന് വേണ്ടി, വൽ യസ്തഅഫിഫിൽ ലദീന ലാ യജിദൂന നിക്കാഹൻ, ചാരിത്ര ശുദ്ധി നിലനിർത്തട്ടെ അല്ലദീന, അതായത് അനാവശ്യത്തിലേക്കൊന്നും പോകാൻ നിൽക്കണ്ട. അല്ലദീന ലാ യജിദൂന നിക്കാഹൻ, അനാവശ്യങ്ങൾ വിട്ടഴിഞ്ഞ് ക്ഷമാപൂർവം അവൻ നിലകൊള്ളട്ടെ. ആര്? സൂറത്തുന്നൂർ 33. വഇബാറത്തു റാഫിഈ, ഇമാം റാഫിഈ റളിയല്ലാഹു അൻഹു തങ്ങളുടെ ഇബാറത്ത്, ഫീ കുതുബിഹി, അവരുടെ മറ്റു കിതാബുകളിൽ, ഈ കിതാബിലും മറ്റു കിതാബുകളിലും, മുഹററിൽ, അശ്റഹുൽ കബീറിൽ, അതുപോലെ റൗദയിൽ, റൗദ റാഫി ഇമാമിന്റെ തന്നെയാണല്ലോ, അത് മെച്ചപ്പെടുത്തിയിട്ടല്ലേ എന്തായാലും നവവി ഇമാമാക്കിയത്. അതിലെല്ലാം പറഞ്ഞത് എന്താ? വഇബാറത്തു റാഫിഈ,
അപ്പോൾ റൗള അങ്ങനെ എണ്ണാൻ നിൽക്കണ്ട. റാഫി ഇമാമിൻ്റെ കിതാബിൽ മുഹററും അശ്റഫുൽ കബീറും ഉണ്ട്. റാഫി ഇമാമിൻ്റെ ഇബാറത്ത് ഫീ കുതുബിഹി, റാഫി ഇമാമിൻ്റെ കിതാബുകളിൽ മുഹററിലും ശറഹുൽ കബീറിലും മറ്റുള്ളവയിലും കൂടാതെ വർറൗളത്തി അല്ലൗല അല്ലായങ്കിഹ എന്നാണ് അവരൊക്കെ പറഞ്ഞത്. അല്ലൗല ഏറ്റവും നല്ലത് അല്ലായങ്കിഹ, വിവാഹം ചെയ്യാതിരിക്കലാണ് ഏറ്റവും നല്ലത്. അപ്പം വിധി മാറ്റം കാണുന്നുണ്ട്. നമ്മൾ പറയുന്ന ഉസ്തുഹിബ്ബ തർക്കുഹു എന്ന് പറഞ്ഞതും അല്ലൗല അല്ലായങ്കിഹ എന്നതും ഒന്ന് തന്നെയാണ്. ഖീല വഹിയ റാഫി ഇമാമിന്റെ ഇബാറത്ത് ദൂനൽ ഊല, ഒന്നാമത്തെ ഇബാറത്തിന് താഴെയാണ്. ഉസ്തുഹിബ്ബ തർക്കുഹു എന്നതിനേക്കാണ് വളരെ താണതാണ്. ഏത് അത്ര കടുകട്ടി കിട്ടൂല, ആശയത്തിൽ വ്യത്യാസമുണ്ട്. ഉസ്തുഹിബ്ബ തർക്കുഹു ഒന്ന് വേറെയാണ്. എന്തേ ഫിത്തൊലബി തർക്കിന്റെ തൊലവിൽ ഉപേക്ഷിക്കാൻ ആവശ്യപ്പെടുന്നതിൽ ശക്തമായ ഇബാറത്ത് ഏതന്നെയാണ്? ഏതല്ല എന്ന് പറഞ്ഞാൽ ഉസ്തുഹിബ്ബ തർക്കുഹു എന്നാൽ നേരിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. എന്ത് ഒഴിവാക്കണം. ഫിത്തൊലബി എന്ന് പറഞ്ഞാൽ തലബു തർക്കിൽ, തർക്കിന്റെ തലവിൽ സ്പഷ്ടമാണ് പോലും ഏത് എന്നുള്ളത്. അത്രത്തോളം ഏത് അറിയിക്കുന്നില്ല. അങ്ങനെ ഒരു തകരാറുണ്ട്. അപ്പൊ നമ്മളെ ഈ ഭാഗത്ത് കടുപ്പം കൂടിയിരുന്നു. മുഹററിനല്ല റാഫി ഇമാമിന്റെ ഈ ഭാഗത്ത് കുറഞ്ഞൊന്നും ആവൂലേ? കണ്ടാ വറുദ്ദ ബിഅന്നഹു ലാ ഫർഖ ബൈനഹുമാ, രണ്ടിന്റെ ഇടയിൽ എന്തില്ല? പറ്റേ തെറ്റാണത്. ഒരേ ആശയമാണ് ഉസ്തുഹിബ്ബ തർക്കുഹു. അതുപോലെ അല്ലൗല അല്ലായങ്കിഹ ഒരേ മാന. എന്താ? വഹുവ മുത്തജിഹുൻ, വഹുവ മുത്തജിഹുൻ അതാണ് ന്യായമായത്. ഇത് അൽ മുതബാദിറു മിൻഹുമാ വാഹിദ്, രണ്ടിൽ നിന്നും മനസ്സിലാകുന്നത് ഒന്ന് തന്നെയാണ്. ഹുവ അത്വലബു, തലബ് എന്ന് പറഞ്ഞാൽ തലബുത്തർക്ക് ഉപേക്ഷിക്കണം എന്ന തട്ടം, നിക്കാഹ് ഉപേക്ഷിക്കണം. അൽ ഗൈറുൽ ജാസിം, നിർബന്ധിക്കാത്ത രൂപത്തിൽ നിർബന്ധിച്ചിട്ട് ഉപേക്ഷിക്കാൻ നേടിയാൽ അൽ ഗൈറുൽ ജാസിം എന്താണ്? ജാസിമായ പിന്നെന്താകല്? ഉപേക്ഷിക്കൽ വുജൂബാവൂലേ? ഉപേക്ഷിക്കൽ വുജൂബൊന്നുമില്ല, ഉപേക്ഷിക്കുകയാണ് വേണ്ടത് എന്നാണ് ഇവിടുന്ന് വരുന്നത്. ജാസിമായിട്ട് തലവാക്കിയ പിന്നെ ഉപേക്ഷിക്കൽ വുജൂബാകും, ചെയ്യൽ ഹറാമാവൂലേ? മിൻ ഗൈരി ഇഅ്തിബാരി തഅക്കുദിൻ വഅദമിഹി, തലവിൽ തഅക്കുദോ തഅക്കുദില്ലായ്മയോ ഒന്നും പരിഗണിച്ചിട്ടില്ല. ശക്തമായ തേട്ടമാണെങ്കിൽ എല്ലാം അത് ജാസിമല്ലേ, കുഞ്ഞു മാറാൻ പറ്റാത്ത രൂപത്തിൽ. ഇത് അൽ മുതബാദിറു മിൻഹുമാ വാഹിദുൻ, ഹുവ ആ മുതബാദിർ എന്താണ്? അത്വലബു അൽ ഗൈറുൽ ജാസിം, ജാസിമല്ലാത്ത തലബ്. ജാസിമായ പിന്നെ ഉജൂബായില്ലേന്ന്. ഒരു കാര്യം ജാസിമായ രൂപത്തിൽ തലവായാൽ ഉജൂബായി എന്നല്ലേ? അപ്പൊ നിക്കാഹ് ഉപേക്ഷിക്കൽ ഉജൂബ്, നിക്കാഹ് ചെയ്യൽ ഹറാമ് എന്ന് വരും. അതെങ്ങനെയായാലും ഇല്ല. അൽ ഗൈറുൽ ജാസിം മിൻ ഗൈരി ഇഅ്തിബാരി തഅക്കുദിൻ വഅദമിഹി, തലബിൽ ശക്തിയുണ്ടോ ശക്തിയില്ലേ അത് പരിഗണിച്ചിട്ടില്ല.
ആക്കതായ രൂപത്തിൽ തലവ് നടത്തിനോ ഉപേക്ഷിക്കാൻ? ആക്കതല്ലാത്ത രൂപത്തിൽ നടത്തിനോ? എന്തില്ല, അങ്ങനെ പരിഗണിക്കുകയെന്നെങ്കിൽ പിന്നെ രണ്ടും കൂടി ഒന്നാവൂല, രണ്ടും രണ്ട് സൈസാവും. ഇതിൽ മുത്തബാദിലും വാഹിദ് എന്ന് അറിയണ്ടെങ്കിൽ എപ്പോഴേ ആവുള്ളൂ? എന്നാലേ മുത്തബാദിലും വാഹിദാവുള്ളൂ. ഒരു സ്ഥലത്ത് താക്കുതുണ്ട് എന്നും മറ്റേ ഭാഗത്ത് താക്കുതില്ല എന്നും വന്നാലോ? താക്കുതായാല് ഉജൂബായി എന്നല്ല, ഉജൂബിന്റെ താക്കുതല്ല പറയുന്നു. ശക്തമായ പ്രേരണ ഒരു ഭാഗത്തുണ്ട് എന്നും മറുഭാഗത്ത് ഇല്ല എന്നും പരിഗണിച്ചുകൊണ്ടല്ല ഈ പറഞ്ഞത്. പിന്നെ ഉപേക്ഷിക്കണം, അത്ര തന്നെ. വെറും മുത്തലക്കായ ഒരു ഉപേക്ഷിക്കൽ മാത്രമാണ് എടുക്കുന്നുണ്ടെങ്കിൽ അല്ല എങ്കിൽ ആ എന്ന് പറഞ്ഞതും തർക്കുഹു എന്ന് പറഞ്ഞതും ഒരുപോലെ തന്നെയല്ലേ? അവിടെ എന്ത് പരിഗണിക്കരുത്? ആ തവക്കത് പരിഗണിച്ചാലോ ഒന്നാവൂല. ഒന്ന് കറാഹത്തും ഒന്ന് ഖിലാഫുൽ ഔലിയായി രൂപാന്തരപ്പെടും. ആ റദ്ദിനെ ശക്തിപ്പെടുത്തുന്നു, അല്ലെങ്കിൽ ഫർഖില്ല എന്നതിനെ ശക്തിപ്പെടുത്തുന്നു. ഇമാമുൽ അറമേനിയുടെ വ്യക്തത വഗൈരിഹി ബിഅന്ന ഖിലാഫൽ ഔലാ വഖിലാഫൽ മുസ്തഹബ്ബി വാഹിദുൻ. ഇമാമുൽ അറമേനിയുടെ പ്രസ്താവന ഉണ്ട്. എന്താണ്? എല്ലാ സ്ഥലത്തൂടെ മാത്രമല്ല, ഖിലാഫുൽ ഔലയും ഖിലാഫുൽ മുസ്തഹബ്ബും ഒന്നേ ഒന്നാണ്. ഹാദൽ ഫീലു ഖിലാഫുൽ ഔല, ഹാദൽ ഫീലു ഖിലാഫുൽ മുസ്തഹബ്ബ്. രണ്ടും ഒരേ ആശയമാണ്. അന്നഹി അനിൽ ഫീൽ, ചെയ്യണ്ട, ചെയ്യരുത് എന്നന്നെ ഇമാമുൽ ഹറമൈനി പറഞ്ഞിട്ടില്ലേ? അപ്പം മിന്നാജിന്റെ ഈ ഭാഗത്ത് എന്തായി? ഇതിൽ നിന്ന് എന്തിനോട് യോജിച്ചു? അല്ല, ഈ പറഞ്ഞതിൽ ഇമാമുൽ ഹറമൈനി പറഞ്ഞിട്ടുണ്ട് ഖിലാഫുൽ ഔലയും ഖിലാഫുൽ മുസ്തഹബ്ബും ഒന്നാണ്. അത്രയല്ലേ ഉള്ളൂ. ഹുവ അൽ മൻഹിയു അൻഹു. ഖിലാഫുൽ ഔല ഖിലാഫുൽ മുസ്തഹബ് ഒന്നാണ്. ആ ഒന്നെന്താ? തടയപ്പെട്ട കാര്യം. നഹിയൻ ഗൈറ മഖ്സൂദിൻ, പ്രാധാന്യത്തോടെ അല്ലാതെ. പ്രാധാന്യത്തോടെ തടഞ്ഞാൽ പിന്നെ അവിടെ വിധി മാറാറുണ്ട് അല്ലേ? ലിസ്തിഫാദത്തിഹി, നഹി പിടിച്ചെടുത്തത് മിൻ അന്നൽ അംറ ബിൽ മുസ്തഹബ്ബി നഹിയൻ അൻ ളിദ്ദിഹി. എങ്ങനെയാണ് ഈ നഹി പിടിച്ചെടുത്തത്? മുസ്തഹബ് കൊണ്ടുള്ള കൽപ്പന അതിന്റെ ലിത്ത് നഹിയാണ് എന്നുള്ളത്. അപ്പോ മദ്മൂനായിട്ട് കിട്ടിയത് നേരല്ല. അതാ മിൻ ഗൈരി മഖ്സൂദിൻ എന്ന് പറഞ്ഞത്, അല്ല ഗൈറ മഖ്സൂദിൻ. നേരിട്ട് തന്നെ ചെയ്യല്ലേ എന്നല്ലല്ലോ പറഞ്ഞത്. പിന്നെ സുന്നത്ത് ഒരു കാര്യം ചെയ്യാൻ നിർദ്ദേശിച്ച് അത് സുന്നത്താണ് എന്നും പറഞ്ഞു. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ചെയ്യരുത് എന്ന് കിട്ടുന്നുണ്ടല്ലോ. മക്റൂഹിന് മാറ്റമായിട്ട് അത് കേവലം നഹിയൻ അനിൽ ഫീല് മാത്രമല്ല. ഹാദാ മക്റൂഹ് എന്ന് പറഞ്ഞാൽ ലാ തഫ്അൽഹു എന്ന് നേരിട്ട് പറഞ്ഞതിന്റെ സ്ഥാനം കിട്ടോ? കിട്ടൂല. ഹാദാ ഖിലാഫുൽ ഔല ഹാദാ ഖിലാഫുൽ മുസ്തഹബ്ബി എന്ന് പറഞ്ഞാൽ ലാ തഫ്അൽഹു. കറാഹത്താ വണ്ടിക്കിൽ അവിടെ ഇനിയും ഉപാധിയുണ്ട്, കുറച്ചും കൂടെ കൂടാനുണ്ട്. അപ്പൊ അവിടെ മാറ്റം വരും. കറാഹത്തും ഖിലാഫുൽ ഔലിയും ഒരുപോലെ അല്ലല്ലോ. ഫഇന്നഹു മക്റൂഹിൻ ലാ ബുദ്ദ ഫീഹി. തസ്രീഹാക്കി പറയണം. ഹാദാ മക്റൂഹ് എന്ന് പറഞ്ഞതൊന്നും പോരാ. ഇത് വേണ്ട അത് വേണ്ട എന്ന് പറഞ്ഞത് കൊണ്ടൊന്നും ഉണ്ടാവൂല. നഹി കൊണ്ട് സ്വരീഹാക്കി പറയണം. ലാ തഫ്അൽ അലാ മാ ഹുവ മബ്സൂത്തുൻ. ഇവയൊക്കെ വിവരിക്കപ്പെട്ടിട്ടുണ്ട് ഫീ മഹല്ലിഹി മിൻ ബഹരി സർക്കസി. ഇമാം സർക്കസിയുടെ ബഹറിൽ വിവരിച്ചിട്ടുണ്ട്.
ഇമാം സർക്കസിയുടെ ബഹറിൽ ഇതൊക്കെ ഉണ്ട്. പക്ഷേ ബഹറൊന്നും എടുത്ത് കാണിക്കേണ്ട ആവശ്യമില്ല, എല്ലാ മുഖ്യ കിതാബുകളിലും ഇതുണ്ട്. ബഹറാക്കിയിട്ട് പ്രത്യേകം പാടി നടക്കാനുണ്ടാ? ഇല്ല. ബഹറിലേക്ക് ചേർത്തി പറഞ്ഞിട്ട് അത് അംഗീകരിച്ചിട്ടില്ലല്ല. അലാമാഹുവ മബ്സൂത്തുന്ന, അതെന്താന്ന് പറഞ്ഞാൽ ലാ തഫ്അൽ തന്നെ എടുത്തു പറയണം പോലും, എന്നാലേ മക്റൂഹ് ആവുള്ളൂ. മക്റൂഹിന്റെ നിയമം ബഹറിലെന്ന് മാത്രമെന്നല്ല എല്ലാ കിതാബിലും ഉണ്ട്. പക്ഷെ സർക്കശി ഇമാമിന്റെ ബഹ്റ എടുത്തു പറഞ്ഞത് അത് പോട്ടെ, ഇതെന്താ അംഗീകരിക്കാത്ത പോലെ. അലാമാഹുവ മബ്സൂത്തുൻ, ഈ മസല സഹി തന്നെയല്ലേ? പിന്നെന്തേ? അത് 206 ഇബ്നു ഹജർ വിവരിക്കുന്നുണ്ട്. അൽ കറാഹത്തു ലാ ബുദ്ദ ഫീഹാ മിൻ നഹിയിൻ ഖാസി, കറാഹത്ത വേണമെങ്കിൽ ഖാസായ നഹി വേണം. ഐ വജിഹിൻ വയുസ്തഫീദ മിൻ ഖിയാസിൻ, അല്ലേ? അത് ഏതിൽ നിന്ന് പിടിക്കപ്പെട്ടാലും സാരമില്ല, ഖാസായ നഹി വേണം. അല്ലെങ്കിൽ ചെയ്യുന്നത് വുജൂബാണോ അല്ലേ എന്ന ഖിലാഫ് വേണോ, അതിന് ഉപേക്ഷിക്കൽ എന്താകും? കറാഹത്താകും. ചെയ്യൽ വുജൂബാണോ അല്ലയോ എന്ന ഖിലാഫ് വരത്തോടുകൂടി ഉപേക്ഷിക്കൽ എന്താവും? ശക്തി. വെള്ളിയാഴ്ചന്റെ കുളി പോലെ മുഹത്തമനുസരിച്ച് പറഞ്ഞ് സുന്നത്ത്. ഒരു കൗലെന്ത് പറഞ്ഞ് വുജൂബ്. അപ്പൊ എന്തായി? അല്ലെങ്കിൽ എന്ത് വേണം? ചെയ്യൽ ഹറാമാണോ അല്ലേ എന്ന ഖിലാഫ് വേണം. അന്നേരം എന്താവും? ഏതുപോലെ ചതുരംഗക്കളി പോലെ. മുഹത്തമ എന്ത് പറഞ്ഞു? കറാഹത്ത്. ഒരു കൂട്ടർ എന്ത് പറഞ്ഞു? എന്നാല് ചെയ്യൽ ഹറാമുണ്ടോ ഹറാമില്ലേ ആ രൂപത്തിലെടുക്ക്. ചതുരംഗക്കളി ഹറാമുണ്ട് ഒരു കൂട്ടർ പറഞ്ഞു, ഒരു കൂട്ടർ എന്ത് പറഞ്ഞ്? ഹറാമില്ല. കറാത്തില്ല ഇപ്പോഴേ പറഞ്ഞ ഹറാമില്ല. ആ തനിയെ ഉത്തരം കിട്ടി. ഇപ്പോ എന്ത്? കറാഹത്തുണ്ട്. ഹറാമാണോ ഹറാമല്ലേ എന്ന ഖിലാഫ് വന്നു കഴിഞ്ഞാൽ ചെയ്യലെന്താവും? അപ്പൊ അത്രത്തോളം ഭയാൻ വേണ്ടേ? ആ ഭയാൻ വന്നില്ലല്ലോ, അതുകൊണ്ടാലാമാഹു എട്ട് തബരിയാക്കിയത്. മസല സഹിയാവാത്തത് കൊണ്ടല്ല. ഈ ഒരു ഭാഗം ശരി തന്നെ ലാ തഫ്അൽ, അത് മാത്രമേ കൊണ്ടുള്ളൂ. അതും തന്നെ കണക്കുണ്ടോ? ഇനി മാർഗങ്ങളില്ലേ? ചെയ്യൽ വുജൂബാണോ വുജൂബല്ലേ എന്ന ഖിലാഫ് വന്നാൽ തന്നെ എന്തായി? ഉപേക്ഷിക്കല് കറാഹത്തായി. പിന്നെ ചെയ്യലെന്താകും? എല്ലാം വരും. എന്താ ശറഹ് മുസ്ലിമിന്റെ ഈ വാർത്ത എന്താ? വഫീ ശറഹി മുസ്ലിമിൻ യുക്റഹു ഫീലുഹു എന്നാ ഉള്ളത്. അപ്പൊ എന്തായി? യുക്റഹു ഫീലുഹു. ഇതുവരെ നമ്മൾ പറഞ്ഞത് അല്ലൗല അല്ല എങ്കിഹാന്ന്, അല്ലെങ്കിൽ ഉസ്തുഹിബ്ബതർക്കുഹു, യുക്റഹു ഫീലുഹു. അപ്പൊ ഈ പറഞ്ഞു ഞാൻ കാണാൻ കുറെ അധികമില്ലേ? വറുദ്ദ, അത് തള്ളപ്പെട്ടു. യുക്റഹു ഫീലുഹു എന്ന് പറഞ്ഞത് ഒരിക്കലും പറയാൻ പാടില്ല. പിന്നെ മുക്തദൽ ഖബരി, ഖബറിന്റെ തേട്ടം. അതേതാ ഖബർ? ഖബർ വമല്ലം യസ്തതി ഫഅലൈഹി ബിസ്സൗം 186 പൂർത്തീകരണം. നേരത്തെ പറഞ്ഞതിന്റെ പൂർത്തീകരണം. നേരത്തെ 183 ഒന്നാം പൊളി പറഞ്ഞു വെച്ചിട്ടുണ്ട്. നിക്കാഹ് കണ്ട് കൽപ്പിക്കുന്നിടത്ത് 183 അതിന്റെ പൂർത്തീകരണം 186 186 എന്താ ഉള്ള? രണ്ടാം വരിയിൽ, മൂന്നാം വരിയിൽ അതാണ് ഇവിടെ മുറാദ്. അത് ഷെർവാനി അർത്ഥം കൊടുത്തതിൽ മാറ്റമുണ്ട്. ഇതിന്റെ മുറാദ്
അല്ലാത്തി ബഅദ ഖൗലിഹി ഖുൽതൂൻ, ഖുൽതൂന്റെ ശേഷം ഒരു ഹദീസ് കൊടുത്തിട്ടുണ്ട്, അതാണ് മുറാദ്. അതേടെ 187 ഖുൽതു എന്ന മത്തിനിന്റെ പിറകെ ഒരു ഹദീസ് ശറഹിലുണ്ട് പോലും. വൈക്കി 187 മത്തിനിന്റെ നേരെ ചോട്ടിൽ ഖുൽതുവിന്റെ ബാക്കി ഇത്തഖുല്ലാഹ വത്തഖുൻ നിസാ ഫൈന ഫല ഫിത്നതി ബനി ഇസ്രായീൽ കാനത് മിനൻ നിസായി. ഇതാണ് ഇതുകൊണ്ടുള്ള മുറാദ്. മുഖ്തദൽ ഖബരി അൽ ഖബർ എന്ന് പറഞ്ഞാൽ അതാണ് എന്ന് ചിലർ പറയുന്നു. ഒരിക്കലുമല്ല, അതാണെന്ന് തോന്നാനും പാടില്ല. അതല്ല നമ്മളെ ചർച്ചാ വിഷയം. പിന്നെ വമല്ലം യസ്തതി എന്ന ഹദീസിന്റെ തേട്ടം അദമു തലബിൽ ഫീലി, ഉപേക്ഷിക്കണം എന്നല്ല അതിൽ പറഞ്ഞത്. അദമു തലബിൽ ഫീലി എന്താ? പ്രവർത്തിക്കാനുള്ള തേട്ടമില്ല, ചെയ്യാനുള്ള തേട്ടമില്ല. അപ്പൊ നിക്കാഹ് ചെയ്യണം എന്ന് പറയുന്നില്ല, ഉപേക്ഷിക്കണം എന്ന് നേരിട്ട് പറഞ്ഞ ഉപേക്ഷിക്കണം എന്ന്. ഉപേക്ഷിക്കണമോ ഉപേക്ഷിക്കണ്ടയോ എന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ചെയ്യാൻ തലവില്ല എന്നല്ലേ പറഞ്ഞത്. ആ ബഹുവ അദമു തലവിൽ ഫീലി എന്നത് ചെയ്യരുത് എന്നതിനേക്കാണ് അഹമാണ്. ചെയ്യരുത് എന്നതും അദമു തലവിൽ ഫീൽ പെടും. പിന്നെ വൽ വമിൻ തലവി തർക്കി അനിൽ ഫീൽ അന്നഹി അനിൽ ഫീലും പെട്ട് വൽ വമിൻ തലവി തർക്കി കുറെ ആയമാണ്. ഏത് തലബുത്തർക്കാമെന്ന് നേരിട്ട് തന്നെ കൽപ്പന തന്നെ വന്നില്ലേ, ചെയ്യരുത്. തലബുത്തർക്ക് ഉത്തർക്ക് എന്ന് പറഞ്ഞ സ്ഥാനത്തായില്ലേ. പിന്നെ അന്നഹിയോ അനിൽ ഫീലി ചെയ്യുന്നതിനെ തൊട്ട് എന്തായാലും ആഗ്രഹം കുറക്കലി അല്ലേ, അതിനേക്കാണ് ഈ ശക്തമാണ്. രണ്ടും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏതിനെ? അദമു തലബിൽ ഫീലി. അപ്പോൾ ഒരു ഭാഗം പിടിച്ച് പറയാൻ പാടില്ല. അപ്പോൾ മത്തിനിൽ പറഞ്ഞത് മാറ്റണം. മത്തിനിൽ പറഞ്ഞ് സഹിയാകുന്നില്ല. അപ്പോൾ മുഖ്തദാ ഹാദാ ഈ പറഞ്ഞതിൻ്റെ തേട്ടം, ശറഹ് മുസ്ലിമിൽ പറഞ്ഞതിൻ്റെ തേട്ടം, അതാ വേണ്ടി ഒമിൻ തലബി തർക്കി എന്നതിൻ്റെ തേട്ടം. തലബു തർക്കിനേക്കാണി അയമാണ് ഏത്? അദമു തലബിൽ ഫീലി. ചെയ്യാൻ നിർദ്ദേശിക്കുന്നില്ല എന്നാണ്. അത് അയമാണ് എന്തിനേക്കാൾ കാൾ. അതായത് ചെയ്യരുത് എന്ന കൽപ്പനയും പെട്ട് മറ്റുള്ളതും പെട്ട്. ഏതിരി? അതായത് ചെയ്യാൻ വേണ്ടി നമ്മൾ ആവശ്യപ്പെടുന്നില്ല, നിക്കാഹ് ചെയ്യാൻ നമ്മൾ ആവശ്യപ്പെടുന്നില്ല എന്നാണ്. അപ്പൊ മുഖ്തദാ ഹാദ എന്ന് പറഞ്ഞാൽ തലബുത്തർക്കിനേക്കാണിയും അയമാണ് ഏത് എന്ന് പറഞ്ഞത്. അതിൽ നിന്ന് കിട്ടുന്നത് റദ്ദുൽ മത്തിനി, മത്തിനെ തള്ളിക്കളയണം എന്നാണ്. കാരണം മത്തിന് ഓവറായിപ്പോയി പോലും. എന്താണ് മത്തിന്? ഓവറായില്ല, നേരം തലമുത്തർക്ക് തന്നെ ആയിപ്പോയില്ലേ. നമ്മളിവിടെ സമർത്ഥിക്കുന്നത് എന്താ? അദമു തലബിൽ ഫീലാണ്. കുറച്ചും കൂടെ അയമല്ലേ. ചെയ്യാൻ വേണ്ടി നമ്മൾ ആവശ്യപ്പെടുന്നില്ല എന്നാ അതിൽ വന്നിട്ടുള്ളൂ. ഉപേക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടാ? ഉപേക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും ആവശ്യപ്പെടാണ്ടും ഏത് വരാം? ഉപേക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും ആവശ്യപ്പെടാണ്ടും ഏത് വരാം? ചെയ്യാൻ നിർദ്ദേശിക്കുന്നില്ല എന്നുള്ളത് വരാം. ഹദീസിൽ നിന്ന് കിട്ടിയത് അയമ്മ്, മത്തിനിൽ നിന്ന് കിട്ടിയതോ ഹസ്. അങ്ങനെ യോജിക്കുന്നില്ല. അതുകൊണ്ട് മത്തിനിൽ പറഞ്ഞത് മാറ്റണം.
കുറച്ചും കൂടി കടുപ്പം കുറഞ്ഞിട്ട് പറയണം. പറഞ്ഞ് ബോധ്യപ്പെട്ട. പക്ഷേ മത്തിനിൽ പറഞ്ഞ തള്ളണ്ടയില്ല. ആയത്ത് അനുകൂലമുണ്ട്. ആയത്തിൽ എന്തെന്നെയാണ് തലവുത്തർക്ക് തന്നെയാണ്, അതും തലവിൽ ഫീലല്ല. ഖുർആൻ ആയത്തിലുള്ളത് എന്തെന്നെയാണ്? അതെ, ഖുർആൻ ആയത്ത് എന്തിനോട് അനുകൂലിക്കുന്നു? ആ ലൗലൽ മത്നൂൻ എന്താ പറഞ്ഞത്? അല്ല, ലൗലൽ ആയത്തും, ആയത്തെങ്ങാനും ഇല്ലായിരുന്നെങ്കിൽ മത്തിനെ റദ്ദാക്കണമായിരുന്നു. അപ്പൊ എന്താ ഇപ്പൊ റദ്ദാക്കാതെ? ആ ആയത്തുണ്ട് എങ്ങനെ ഉറപ്പിച്ചത്? നമ്മൾ പറയുന്ന കാര്യം തന്നെയാണോ ആയത്തിലുള്ളത്? ആണ്. എന്തെന്ന് പറഞ്ഞാൽ രണ്ട് എന്താ നമ്മൾ കൈത് അല്ല, കൈത് മത്തിനിൽ പറഞ്ഞത് എന്താണ്? മത്തിയിലേക്ക് ആവശ്യമുണ്ട്, എന്തില്ല, അതന്നെയാണ് എവിടെയും മുറാദ്. അപ്പൊ ആയത്ത് അനുകൂലിക്കുന്നുണ്ട് മത്തിനെ. എല്ലാവരും ചോദ്യം പറയുന്നത് ആയത്തിൽ പറഞ്ഞതൊന്ന് വേറെയും മത്തിനിൽ പറഞ്ഞതൊന്ന് വേറെയായിക്കൂടെ? ഈ മത്തിനിക്ക് ആയത്തിന്റെ സഹായമുണ്ട് എന്നല്ല ഇപ്പം പറഞ്ഞത്. അതുകൊണ്ട് റദ്ദാക്കേണ്ടതാണ് കണക്കനുസരിച്ച്. പക്ഷെ ഇനി റദ്ദാക്കണ്ട പോലും എന്തേ? ആയത്തുണ്ട്. അതിന് ആയത്തുണ്ട് എന്ന് പറയണ്ടെങ്കിൽ മത്തിനിന്റെയും ആയത്തിന്റെയും മുറാദ് ഒന്നാകണ്ടേ? അന്ന് തന്നെയാണ്. കാരണം നമ്മൾ മത്തിനിൽ ഇതിനെ പറ്റി സംസാരം ശഹവത്തുള്ളതോടുകൂടി എന്തിലേക്ക് എന്തിന് ആവതില്ല? അതന്നെയാണ് അടിയുള്ളത്. എന്തേ? എന്താണ് ആയത്ത്? ഇത് ഖൗലുഹു തആല യസ്തഅഫിഫ് എന്ന ആ ഖൗലി യദുല്ലു അലാ അന്നഹു തായിബുൻ. അവൻ എന്തിലേക്ക് ആവശ്യമുള്ളവനാണ്? ഉണ്ടല്ലേ അനാവശ്യത്തിലേക്കൊന്നും നീ പോകരുത് എന്ന് പറഞ്ഞത്. അപ്പോൾ ഉറപ്പായി. وقوله تعالى حتى يغنيه الله من فضله. അല്ലാഹു അവന്റെ ഫضലിൽ നിന്ന് ഐശ്വര്യമാക്കുന്നത് വരെ എന്ന ആ കലിമത്തോ യദുല്ലു അലാ ഫഖദിഹി ലിൽമുഅൽ കിട്ടി. അപ്പൊ ഫന്തഫ ഖൗലു സർക്കശി. ആരെ വാക്ക് പൊളിഞ്ഞു പോയി? ഇവിടെ സർക്കശി ഇമാം ഇടപെട്ടിട്ട് പറയുന്നു, ആയത്തിൽ പറഞ്ഞത് ഗൈറു തായിഖിനെ പറ്റിയാന്ന്. വലിയ സ്റ്റൈഫില്ലദീന ലാ യജിദൂന നിക്കാഹ് എന്ന് പറഞ്ഞത് ഗൈറു തായിഖിനെ പറ്റി പോലും. അത് യോജിക്കുന്നുണ്ടാ? എന്തേ? വലിയ സ്റ്റൈഫിഫ് എന്നത് നേരാനേർക്ക് അറിയിക്കുന്നുണ്ട്. എന്ത് തായിഖാണ്. അപ്പൊ സർക്കശി ഇമാമ പറഞ്ഞത് ശരിയാകുന്നുണ്ടാ? ഇല്ല. വഖീല യുസ്തഹബ്ബു ഫീലുഹു. സാമ്പത്തിക ശേഷി ഇല്ലെങ്കിലും ശഹവത്ത് മികച്ചവർക്ക് തന്നെയാണ് സുന്നത്ത്. കഷ്ടപ്പെട്ടു പോയാൽ, സാമ്പത്തികമായി വളരെ കഷ്ടത്തിലായാലും എന്ത് ചെയ്യണം? എന്തേ? വഅലൈഹി കസീറൂന. അങ്ങനെയാണ് അധികരിച്ച പണ്ഡിതന്മാരും പറയും. സാമ്പത്തിക സൗകര്യം ഇല്ലാത്തത് കൊണ്ട് നിക്കാഹ് മാറ്റി വെക്കരുത് എന്ന് അവർ പറയും. സുന്നത്ത് തന്നെ ഉണ്ട് പോലും. അതായത് അവർ പറയുന്ന സുന്നത്ത് ആ ശഹവത്തെ വേണ്ടുമ്പോൾ ഈ ആയത്തി അവർ പാവപ്പെട്ടവരാണെങ്കിൽ അല്ലാഹു തആല അവരെ സഹായിച്ചു കൊള്ളും. പാവപ്പെട്ട ആളായാലും വിവാഹം ചെയ്യണം എന്നല്ലേ കിട്ടുന്നു. യകൂനു ഫുഖറാ സൂറത്തു നൂർ 32 മഅൽ ഖബരി സ്വഹീഹി. തസബ്ബജു നിസാ ഫഇന്നഹുന്ന യഅതീനകും ബിൽ മാൽ. നിങ്ങൾ ആരെ വിവാഹം ചെയ്യണം? അവർ നിങ്ങൾക്ക് സാമ്പത്തികമായ വഴിയുണ്ടാക്കും. അവർ കെട്ടിയ വകയിൽ അല്ലാഹു തആല നിങ്ങൾക്ക് സാമ്പത്തികമായ മേഖലകൾ തുറന്നു തരും എന്നർത്ഥം. അവർ തന്നെ പണം എടുത്തിട്ട് വരും എന്നൊന്നും അങ്ങനെയില്ല. അവരെ കെട്ടൽ കാരണത്താൽ നിങ്ങൾക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി വന്നുകൊള്ളും. ഇല്ലേ? കൂടാതെ സഹായികൾ തസബുജുൻ നിസാ ഫഇന്നഹുന്ന യഅതീനകും ബിൽ മാൽ എന്നല്ലേ പറഞ്ഞത്. ഹക്കീം, ബസാർ, അതുപോലെ അബൂദാവൂദ് എല്ലാം റിവായത്ത് ചെയ്തിട്ടുണ്ട്. മൂന്നാൾക്കാർ ഹഖ്ഖുൻ അലല്ലാഹി തആല അയ്യുഈനഹു, അവരെ സഹായിക്കൽ അല്ലാഹുവിന്റെ മേലെ ബാധ്യതയാണ്. അല്ലാഹു തആല ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട്. മിൻഹും
ആ 3 വിഭാഗത്തിൽപ്പെട്ടതാണ് അന്നാക്കിഹു, വിവാഹം ചെയ്യുന്നവൻ. യുരീദു അൻ യസ്തഅഫിഫ, അനാവശ്യങ്ങളെ തൊട്ട് വിട്ടൊഴിയാൻ വേണ്ടി. അനാവശ്യങ്ങളെ തൊട്ട് വിട്ടൊഴിയാൻ വേണ്ടി എന്തായി? വിവാഹം ചെയ്യുക. അവിടെ സാമ്പത്തിക ശേഷിയുള്ള നാക്കി എന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്തായി? ഇവർ അല്ലാഹു തആല പ്രത്യേകം കണ്ടറിഞ്ഞ് സഹായിക്കും. ആ പാവപ്പെട്ട ആളെ പറ്റിയല്ലേ ആ പറഞ്ഞത്? ആ ഹദീസ് അവിടെ ഉണ്ട്. സലാസത്തുൻ ഹഖ്ഖുൻ അലല്ലാഹി തആല, സലാസത്തുൻ ഹഖ്ഖുൻ അലല്ലാഹി തആല. നേരത്തെ ഏതാ പറഞ്ഞത്? ഹാക്കിം, ബസാർ. ഏത് പറഞ്ഞ്? അത് തസഫ്ഫുൻ നിസാഗ ഫഇന്നഹുന്ന യതീനകും ബിൽ മാൽ എന്ന് പറഞ്ഞത്. ഇനി ഏത് വേണം? അതല്ലേ എന്നിട്ട് പറഞ്ഞ് അന്നാക്കിയും യുരീദു അൻ യസ്തഅഫിഫ. അത് ഹാക്കിം, തിർമിദി, നസായി, ഇബ്നു മാജ, അഹ്മദ്. അയ്യുഈനഹും വരെ വേറെ ഇല്ല, അതിന്റെ ബാക്കി തന്നെയാണ്. അന്നാക്കിഹു യുരീദു അൻ യസ്തഅഫിഫ എന്നും കൂടി എന്തുണ്ട്? ഈ മിൻഹും ഹദീസിൽപ്പെട്ടതല്ല, അതിൽ എണ്ണി പറഞ്ഞ കൂട്ടത്തിൽ എന്തും കാണുന്നുണ്ട്. മിൻഹും ഹദീസിന്റെ ലഫ്ദിലുണ്ടോ? സലാസത്തുൻ ഹഖ്ഖുൻ അലല്ലാഹി തആല അൻ യുഈനഹും. അതിന്റെ ഉടനെ പറയുന്നു അന്നാക്കിഹു യുരീദു അൻ യസ്തഅഫിഫ. അത് വളരെ സ്വീകാര്യമായ ഹദീസാണ്. ഹക്കീം, തിർമിദി, നസായി, ഇബ്നു മാജ, അഹ്മദ്. ശരിയായില്ലേ? വഫീ മുർസലിൻ, കണ്ണി മുറിഞ്ഞതായ ഹദീസിലുണ്ട്, പരമ്പര ചേർന്ന് വന്നിട്ടില്ല. അപ്പൊ സ്വീകാര്യത കുറയും. മന്തറക്കത്ത സബുജ, വിവാഹം ചെയ്യലിനെ നിർത്തിവെച്ചാൽ, മഖാഫത്തൽ ഐലത്തി, ദാരിദ്ര്യം ഭയപ്പെട്ടത് കൊണ്ട് നമ്മളിൽപ്പെട്ടവനല്ല, ഓൻ കൊള്ളുന്നവനല്ല. എന്താ? ദൈലമി ഫിർദൗസിൽ റിവായത്ത് ചെയ്തതാണ്. ഹദീസ് ശക്തി കുറവാണ്. ദൈലമി മുസ്നദുൽ ഫിർദൗസ്, മുസ്നദുൽ ഫിർദൗസ് എന്നാണ് കിതാബിന്റെ പേര്. അല്ലേ? വഹമലു, അവർ ചുമത്തി അൽഅംറ ബിൽ ഇസ്തിഗ്ഫാഫി, ഇവർ ആയത്തിലെ വലിയ ആവതില്ലാത്തവൻ അനാവശ്യത്തിലേക്ക് ചാടരുത്. അത് അലാമല്ലം യജിദ് സൗജത്തൻ, അനുയോജ്യമായ സൗജത്ത് കിട്ടാതെ വിഷമിച്ചാൽ എന്നാണ് ഒരർത്ഥം. വൽയസ്തഅഫിഫ്, അനാവശ്യത്തെ തൊട്ട് വിട്ടു നിൽക്കണം. ആര്? അല്ലദീന ലാ യജിദൂന നികാഹൻ, അനുയോജ്യമായ സൗജത്തിനെ എത്തിക്കാത്തവൻ. വൽയസ്തഅഫിഫ് അല്ലദീന ലാ യജിദൂന നികാഹൻ എന്ന് പറഞ്ഞാൽ അനുയോജ്യമായ സൗജത്തിനെ എത്തിക്കാത്തവർ. നേരത്തെ സാമ്പത്തിക ശേഷി എത്തിക്കാത്തവർ എന്നല്ലേ നേരത്തെ? വലാ ദലാലത ലഹും ഇൻദ തഅമ്മുലി ഫീ ശൈഇൻ മിമ്മാ ദുകിറ, ഇതിലൊന്നും യാതൊരു തെളിവും അവർക്ക് പറയാനുണ്ടോ? ഇത് ലാ യൽസമു മിനൽ ഫഖരി, ഈ പറഞ്ഞാൽ ഒന്നിലുമില്ല, ഈ വാദത്തിന് ഒരു തെളിവുമില്ല ഒന്നിലും. ഇപ്പം പറഞ്ഞ അവിടെ മുതൽക്ക് യുസ്തഹബു ഫീലുഹു മുതൽക്ക് പറഞ്ഞ ഒന്നിലും തെളിവില്ല. എന്തേ? ഇത് ലാ യൽസമു മിനൽ ഫഖരി, നേരത്തെ എത്ര ഫഖറുണ്ട് എന്നല്ലേ? വൈത്യാനിഹിന്ന ബിൽ മാലി, അവർക്ക് പണം എത്തും എന്നല്ലേ പറഞ്ഞത്? അവർക്ക് എത്തിച്ചു കൊടുക്കും. അത് ഈ ആനത്ത് കിട്ടും എന്നല്ലേ മൂന്നാമത്തത്? അവസാനത്തത് ഹൗഫില്ലയില എന്നല്ലേ പറഞ്ഞത്? ആദമു വിജിദാനിൽ ഉഹ്ബത്തി ബിൽ മാന സാബിഖി, 153 നമ്മൾ വിജിദാനിൽ ഉഹ്ബത്ത് പറഞ്ഞില്ലേ? ആ ഉഹ്ബത്തൊന്നും ഇവർക്കില്ല എന്ന് വന്നിട്ടില്ല. ഈ പറയുന്ന ഫഖർ, ഈ പറയുന്ന സാമ്പത്തിക ഞെരുക്കം എന്ന് പറഞ്ഞാൽ അത് വേറെ മേഖലയാണ്. അതിൽ നിന്നൊന്നും എന്ത് വന്നിട്ടില്ല? ഏത് രൂപത്തിലുള്ള ഉഹ്ബത്ത്? അത് കുറച്ചല്ലേ വേണ്ടു. 153 പറഞ്ഞിട്ടില്ലേ? പെണ്ണിനെ ഏൽപ്പിച്ചു കൊടുക്കുന്ന സീസണിലുള്ള വസ്ത്രവും പെണ്ണിനെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ദിവസത്തിലുള്ള ഭക്ഷണവും എന്നല്ലേ? അത്രത്തോളം ഉഹ്ബത്തില്ല എന്നൊന്നും ഇതിൽ നിന്ന് കിട്ടിയില്ല. ഫഖീർത്തനമുണ്ട് എന്നേ പറഞ്ഞിട്ടുണ്ട്. എന്തായി?
ഇവര് ഉഹബത്ത് ഇല്ലാത്തവരാണെന്ന് കിട്ടോ? പിന്നെ മൊത്തത്തിൽ എന്തുണ്ടെന്നേ കിട്ടും. കിട്ടും. എത്രത്തോളം ഫഖറുണ്ടെന്ന് വരൂല. ഉഹബത്തിന് പോലും വകയില്ലാത്ത രൂപത്തിൽ ഫഖീർ തരമുണ്ട് എന്ന് വരോ? ഇല്ല. ലാസിയമാ പ്രത്യേകിച്ചും ദലീലുന നമ്മളുടെ ദലീല് വമല്ലം യസ്തത്തി ഫഅലൈഹി ബിസ്സൗം ഫഇന്നഹു ലഹു വിജാഉൻ. വിജാ എന്ന് പറഞ്ഞാൽ ഖാതിയുൻ, അത് അസ്വഹു വഹുവ സരീഹുൻ ഫീമാ ഖുൽനാഹു. നമ്മൾ പറഞ്ഞതിൽ സരീഹല്ലേ, വളരെ നേർക്ക് അറിയിക്കുന്നുണ്ടല്ലോ. വമല്ലം യസ്തത്തി ഫഅലൈഹി ബിസ്സൗം ഫഇന്നഹു ലഹു വിജാഉൻ. ശഹവത്തുള്ളവരെ പറ്റിയല്ലേ പറഞ്ഞത്. അവൻ നോമ്പെടുക്കട്ടെ, ശഹവത്ത് കുറയട്ടെ അല്ലേ? ലാ യഖ്ബലു തഅ്വീലൻ. എന്തിനെ സ്വീകരിക്കുന്നില്ല?